അതുകൊണ്ട് ഒരുപാട് ഗതാഗത കുരുക്ക് കുറക്കാൻ നമുക്ക് സാധിക്കും. ടൗൺ നവീകരിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള പ്രക്രിയ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ചെയർപേഴ്സൺ നമ്മളോടൊപ്പം കൂടെ ഉണ്ട്. ഒരുപാട് കാലങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രയാസത്തിന് ഒരു പരിധി വരെ അറുതി വരാൻ പോകുന്ന ഒരു സാഹചര്യം ഇനി മുന്നിലുണ്ട്. എങ്ങനെയാണ് പദ്ധതിയുടെ നടപടികൾ പുരോഗമിക്കുന്നത്? അതായത് നഗരസഭ കൗൺസിൽ തീരുമാനമെടുത്തു, റോഡ് വൈഡനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പദ്ധതി രൂപീകരിച്ചു. കഴിഞ്ഞ വർഷത്തിൽ 25 ലക്ഷവും ഈ വർഷത്തിൽ 30 ലക്ഷവും രൂപയാണ് നമ്മൾ വെച്ചത്. അതിന്റെ ഭാഗമായി നിങ്ങൾക്കറിയാം, നമ്മുടെ മലപ്പുറം റോഡിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന SBT ബാങ്കിന് നേരെ മുന്നിലുള്ള ആ ഒരു റോഡ്, അവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ട് അവരോടുമായി സംസാരിച്ച് അതിൽ പ്രശാന്തി ഡോക്ടർ, ജോയ് ഡോക്ടർ ഫ്രീ ആയിട്ട് തന്നെ അയാളുടെ ഭാഗം നമുക്ക് വിട്ടു തന്നു. അത് തൊട്ടപ്പുറത്തുള്ളവരും വിട്ടു തന്നു. പക്ഷെ കുറച്ച് ഭാഗങ്ങൾ വിട്ടു തന്നിട്ടില്ലെങ്കിലും ആ വിട്ട് കിട്ടിയോണ്ട് തന്നെ അവിടെ നല്ല വീതി ഉണ്ടായി. ഇനി അതിന്റെ പണി ഞങ്ങൾ ഇപ്പോൾ എടുക്കാൻ പോവാണ്. അതിനോടൊപ്പം നമ്മുടെ പുളിക്കൽ ടവറിൽ നിന്നും നമ്മളെ മെഡിക്കൽ കോളേജിലേക്കുള്ള ഏറ്റവും ഷോർട്ടായ ഒരു റോഡാണത്. ഗതാഗത കുരുക്ക് വളരെ കുറയുള്ള സംഭവമാണ്. പക്ഷെ അതിൽ പുളിക്കൽ ടവറിന്റെ അവിടെ കുറച്ച് സ്ഥലം ഇപ്പോൾ നമുക്ക് വിട്ട് കിട്ടിയിട്ടില്ല. എങ്കിലും അവിടുന്ന് ഒരു മീറ്റർ കഴിഞ്ഞ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് മെഡിക്കൽ കോളേജ് അതുവരെ നല്ല സുഖമായിട്ട് 2 വണ്ടിക്ക് പോകാനുള്ള വീതി നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. സ്വന്തം സ്ഥലം വിട്ടു തരാതെ അവർക്ക് നമ്മൾ വിട്ടു തരുന്നതിനുള്ള മാനദണ്ഡ പ്രകാരം ബിൽഡിങ്ങിൽ കൺസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കാന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വിട്ടു തരുന്നത്. ഇപ്പൊ ഇതുപോലെ തന്നെ ഞങ്ങൾക്കറിയാം, ഇവിടെ KRS റോഡ്, അതായത് കോഴിക്കോട് റോഡിൽ നിന്ന് നമ്മുടെ നിലമ്പൂർ റോഡിലേക്ക് ഒരു ഇടുങ്ങിയ റോഡ് ഉണ്ടായിരുന്നു. അതിപ്പോ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് അവർക്ക് കുറഞ്ഞ സ്ഥലം ഉള്ളായിരുന്നു. എങ്കിലും അവർക്ക് ബിൽഡിങ്ങിൽ കൺസ്ട്രക്ഷൻ കൊടുത്തിട്ട് അവരും അതും വിട്ടു തന്ന് അതിന്റെ പണി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഒരുപാട് ഗതാഗത കുരുക്ക് കുറക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മുടെ പാണ്ടിക്കാർ റോഡിൽ നിന്നും നമ്മുടെ നിലമ്പൂർ റോഡിലേക്കൊരു ഇതേപോലെ ഒരു സ്ഥലം അവർ തരാന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ പണിയും കൂടി നമ്മൾ തുടക്കം കുറിച്ചിട്ടാണ് ഈ ഭരണസമിതി പോവുക. പിന്നെ ടൗണിൽ നിലമ്പൂർ റോഡിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ടുള്ള SMRG ബിൽഡിങ് നിലമ്പൂർ റോഡിലുള്ള അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രത്യേകം മീറ്റിംഗ് കൂടി, കൗൺസിൽ കൂടി, അതുപോലെ തന്നെ പിന്നെ PWD AXC ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ട MLA ഒക്കെ കൂടി നമ്മൾ പ്രത്യേകം മീറ്റിംഗ് കൂടി തീരുമാനം എടുത്തതിന്റെ ഭാഗമായിട്ട് അവിടെ നിലമ്പൂർ റോഡ് തൊട്ട് DTP സ്കീമിൽപ്പെട്ട സ്ഥലമാണത്. DTP സ്കീമിൽപ്പെട്ട ആ ഭാഗങ്ങൾ ടൗണിൽ നിന്ന് ജസീല വരെയുള്ള ഭാഗങ്ങളിൽ റോഡിന് വീതി കൂട്ടാൻ സ്ഥലം തരുന്ന ആളുകൾക്ക് നമ്മളൊരു സ്പെഷ്യൽ കമ്മിറ്റി രൂപീകരിച്ച് അവർക്ക് 4 മീറ്റർ വിട്ടുകൊടുക്കാനുള്ള ഒരു അനുമതി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അവർ സ്ഥലം വിട്ടു തരുന്നതോട് കൂടി 2 മീറ്ററിന്റെ അളവും കൂടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ടൗണിലുള്ള ആ ഏറ്റവും പഴക്കമുള്ള SMRG ബിൽഡിങ് നമ്മളത് പൊളിക്കാനും അതിൽ അവർക്ക് ഒരു കൺസെഷൻ കൊടുത്തിട്ട് അവർ തുടങ്ങാനുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് പരിഗണനയിലുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് മഞ്ചേരി നഗരസഭയ്ക്ക് ഇതുപോലുള്ള ഒരു തീരുമാനം സ്കീമിൽപ്പെട്ടതിന് 2 മീറ്റർ വിട്ടുകൊടുക്കുവാൻ CC വെച്ചിട്ട് സർക്കാർ തലത്തിൽ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയിൽ മുനിസിപ്പൽ ചെയർമാനും PWD AXC മുനിസിപ്പൽ സെക്രട്ടറി അടക്കം ഉള്ള ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിക്ക് പ്രത്യേകം ഇളവ് തന്നുകൊണ്ട് ആ ഇളവ് പരിഗണിച്ചിട്ടാണ് നമ്മൾ ഈ DTP സ്കീമിൽപ്പെട്ട ഈ നിലമ്പൂർ റോഡ് ടൗൺ മുതൽ ജസീല ജംഗ്ഷൻ വരെ വിട്ടു തരുന്നവർക്ക് ഇളവ് കൊടുക്കുന്നത്. അവര് പ്ലാൻ തരുന്നതോട് മുറക്ക് അവർക്ക് നമ്മൾ ആ സ്കീമിലുള്ള നിയമപ്രകാരമുള്ള ആനുകൂല്യം വെച്ചുകൊണ്ട് നമ്മൾ നമുക്ക് അവരുടെ ബിൽഡിംഗ് കെട്ടിടത്തിന് നമ്മൾ അനുമതി കൊടുക്കുകയും അതോടുകൂടി ആ റോഡ് വീതി കൂടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. തുടക്കത്തിലുള്ള ബിൽഡിങ് അവര് നമ്മൾക്ക് അതിന് പ്ലാൻ തന്നിട്ടുണ്ട്. എന്താണെങ്കിലും ടൗൺ പ്ലാനുമായി ബന്ധപ്പെട്ട് 1-2 ചെറിയ കാര്യങ്ങൾ കൂടി, അത് ചെറിയ ടെക്നിക്കൽ പ്രശ്നം കൂടി കൊണ്ട് അതും കൂടി തീർന്നാൽ ആ ബിൽഡിംഗ് പൊളിക്കുന്നതാണ്. നിലവിൽ മഞ്ചേരിയിലെ ജനത നേരിടുന്ന വലിയ ഗതാഗത കുരുക്കിന് ഈ ഒരു ഭരണസമിതിയുടെ കാലയളവിനുള്ളിൽ തന്നെ പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് ചെയർപേഴ്സൺ നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത്. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കാലങ്ങളായി മഞ്ചേരിക്കാർ നേരിടുന്ന വലിയ ഒരു ജനകീയ പ്രശ്നത്തിന് പരിഹാരമാകുന്നതിലൂടെ കേരളത്തിന് തന്നെ വലിയ ഒരു മാതൃകയായിരിക്കും ഇത്തരം ഒരു പദ്ധതി എന്നുകൂടിയാണ് ചെയർപേഴ്സൺ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മഞ്ചേരി നഗരസഭയിൽ നിന്നും ക്യാമറമാൻ KT പ്രമോദിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 ന്യൂസ്, മഞ്ചേരി. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.